ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ചെടിയാണ്, എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. നിങ്ങൾക്കും ബൊഗെയിൻവില്ല ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളക്ഷൻസ് ആണുള്ളതെന്നും കമൻറ്റ് ചെയ്യുക. ബൊഗെയിൻവില്ലയുടെ പല ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. അതായത് വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറ്, അതിൻ്റെ ഇലകളുടെ കളറ് ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ പൂക്കൾ തന്നെയാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പോൾ ഞാൻ ഈ ബൊഗെയിൻവില്ല ചെടികൾ എവിടെ കണ്ടാലും മാക്സിമം ഞാൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കും. ഏത് നഴ്സറികളിൽ കണ്ടാലും വാങ്ങാൻ ശ്രമിക്കും. കാരണം അതിൻ്റെ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കൾ പിന്നെ ഇപ്പോൾ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ലാസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതായത് ഈ അതിൻ്റെ ഇലകളുടെ കളർ വ്യത്യാസം, മുള്ളില്ലാത്ത വെറൈറ്റി, അങ്ങനെ ഒരുപാട് ടൈപ്പുണ്ട് ഇലകൾക്ക്. അതുകൊണ്ട് പൂക്കൾക്ക് തന്നെ അതിൻ്റെ ആ പെറ്റൽസിനൊക്കെ വ്യത്യാസമുള്ളത് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ബൊഗെയിൻവില്ലയുടെ പൂക്കളെന്ന് പറയുന്നത് അതിൻ്റെ ആ ഇലകളുണ്ടല്ലോ, അത് തന്നെ അതായത് ഇലകൾക്കുള്ള നിറവ്യത്യാസമാണ് നമ്മൾ ഈ പൂക്കളെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ അതിൻ്റെ ആ നടുക്ക് ഒരു ചെറിയ കുഞ്ഞു പൂ പോലെ കാണുമല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ബൊഗെയിൻവില്ലയുടെ പൂക്കൾ. അതിൻ്റെ ഇലകൾ തന്നെയാണ് നമ്മൾ പൂക്കളെന്ന് പറയുന്നത്. ഇലകൾക്ക് വരുന്ന നിറവ്യത്യാസമാണിത്. ഇതിന് നമ്മൾ കടലാസ് ചെടി, അങ്ങനെ പല പേരുകൾ, കടലാസ് ചെടി എന്നാണ് കോമൺ ആയിട്ട് ഇത് അറിയപ്പെടുന്നത്. ബൊഗെയിൻവില്ല നമ്മളെപ്പോഴും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന നല്ല ഫുൾ സണ്ണുള്ള ഒരു പ്രദേശത്ത് നോക്കി വേണം ഈ ബൊഗെയിൻവില്ല വെക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ടെറസ് ഉണ്ടെങ്കിൽ ടെറസിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ റീപോർട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ കൊണ്ട് വെക്കരുത്. പെട്ടെന്ന് അത് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ റീപോർട്ടൊക്കെ ചെയ്ത് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറും ടെമ്പറേച്ചറും ഒക്കെ ആയിട്ട് ഒത്തു വന്നതിന് ശേഷം, അതായത് ഒരു മാക്സിമം ഒരാഴ്ചയൊക്കെ ഒന്ന് നമ്മുടെ തണലത്തൊക്കെ വെച്ച് ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ കൊണ്ട് നമ്മൾ വെയിലത്ത് വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചെറിയൊരു കമ്പ് മതി നമുക്ക് ഈ ബൊഗെയിൻവില്ല പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കമ്പെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും, അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ബൊഗെയിൻവില്ല വേര് പിടിപ്പിക്കുന്നതെന്ന്. വളരെ ഈസിയായി തന്നെ ഇതിൻ്റെ കമ്പ് മുറിച്ച് നമ്മൾ നട്ടു വെക്കുകയാണെങ്കിൽ വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും. പിന്നെ പൂക്കൾ ഉണ്ടാകാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൂണിങ് ആണ്. അഥവാ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു പ്രാവശ്യം ഇതേപോലെ ഫുൾ പൂവൊക്കെ വന്ന ബ്രാഞ്ചസ്, പൂ വന്ന് പോയതാണ്. പൂ വന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നല്ലതുപോലെ പൂത്ത്, അല്ലെങ്കിൽ ഇലകളൊക്കെ വന്ന് നല്ലപോലെ ഗ്രോത്ത് വന്ന് ഈ പൂക്കളെല്ലാം പോയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നീട് വരുന്നത് നല്ല പൂക്കളായിട്ടായിരിക്കും വരുന്നത്. പിന്നെ വെള്ളം ഒഴിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ മണ്ണ് നല്ല കംപ്ലീറ്റായി ഡ്രൈ ആയി പോയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒരുപാട് വേണ്ട ബൊഗെയിൻവില്ലയ്ക്ക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മണ്ണ് നല്ലപോലെ ഡ്രൈ ആവും. നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച്, എന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യവുമില്ല, 3-4 ദിവസം കൂടുമ്പോഴൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. മണ്ണ് നല്ലപോലെ ഡ്രൈ ആകണം. എന്നിട്ട് വെള്ളം ഒഴിച്ച്, അതായത് നല്ലൊരു ഡ്രൗട്ട് ടോളറൻറ്റ് ഉള്ള ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി കെയറും കാര്യങ്ങളും ഒന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ മണ്ണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് കൊക്കോപിറ്റ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. മണ്ണ് കൂടുതലായിട്ട് അങ്ങ് മതി. കൊക്കോപിറ്റ് കുറച്ച് ചേർക്കുക, ഒരുപാട് ആവശ്യമില്ല. കാരണം ഇതിന് അങ്ങനെ കൊക്കോപിറ്റ് കൂടുതൽ വേണ്ട. അതുപോലെ തന്നെ വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാനും ഇടയാകരുത്. വെള്ളം കുറച്ചെങ്കിലും അതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോയി ചെടി നമുക്ക് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ബൊഗെയിൻവില്ലായി നല്ല അടിപൊളിയായിട്ട് പൂത്ത് നല്ല വരുന്നതായിരിക്കും. പിന്നെ ബൊഗെയിൻവില്ലയ്ക്ക് ഫെർട്ടിലൈസർ നമ്മൾ പൂക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ 2 തരത്തിലുള്ള വളങ്ങളാണല്ലോ ഉള്ളത്. അതായത് ഒന്ന് നമ്മുടെ ജൈവവളവും ഒന്ന് നമ്മുടെ കെമിക്കലായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ജൈവവളത്തിൽ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊട്ടാഷ് റിച്ച് ആയിട്ടുള്ള ചാരം വളരെ നല്ലതാണ്. ഒരുപാട് കൂടിപ്പോകരുത്, കൂടിപ്പോയ ചെടി ഉണങ്ങിപ്പോകും. അതുപോലെ തന്നെ ചാണകപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ
നീം കേക്കിൻ്റെ പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇതൊക്കെ ഒന്ന് വെള്ളത്തിലൊന്ന് പുളിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബൊഗൈൻവില്ല അടിപൊളിയായിട്ട് പൂക്കും. എല്ലുപൊടിയും കൂടെ അതിൻ്റെ അകത്ത് ചേർത്താൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ കളകളൊക്കെ ചുവട്ടിൽ നിന്ന് സമയാസമയങ്ങളിൽ നമ്മൾ പറിച്ചു മാറ്റുക. ഇതിൻ്റെ ചുവട്ടിലിപ്പോൾ ഒരു 10 മണിയും കൂടെ ചേർന്ന് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമുക്ക് കളകളൊക്കെ കിളിച്ച് വരുമ്പോൾ അതൊക്കെ അങ്ങ് പറിച്ചു മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ ഈ ചെടിക്ക് കൊടുക്കുന്ന വളവും കൂടെ ഈ കളകൾ, പുല്ല് അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മതിലിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ വീടിൻ്റെ ടെറസിൽ ഒക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ചെടിയാണ് ബൊഗൈൻവില്ല. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്ക് ബൊഗൈൻവില്ലയ്ക്ക് കൊടുക്കേണ്ട കെമിക്കൽ ഫെർട്ടിലൈസർ, അല്ലെങ്കിൽ പെട്ടെന്ന് പൂക്കണമെന്നുണ്ടെങ്കിൽ 19 നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ DAP, പിന്നെ പൊട്ടാഷ്, ഈ 3 വളങ്ങൾ ഓരോ ടീസ്പൂൺ, ചെറിയ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി. 1 ലിറ്റർ വെള്ളത്തിൽ ഇത് 1/2 ടീസ്പൂൺ വീതം എടുത്ത് കലക്കിയതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ പൂക്കാൻ ഇത് സഹായിക്കും. കാരണം ബെസ്റ്റ് ഫ്ലവറിങ് ഫെർട്ടിലൈസറാണ് പൊട്ടാഷ്, DAP, അതുപോലെ തന്നെ 19. അന്നേരം ഈ കാര്യങ്ങൾ 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ വീതം ഇട്ട് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.